കുറേ കാത്തിരിപ്പിന് ശേഷം എനിക്കും കിട്ടി എൻ്റെ ഫസ്റ്റ് ഓർഡർ. അപ്പം ഈ ഒരു കുർത്തിയാണ് ഫസ്റ്റ് സെയിലായിട്ടുള്ളത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാണ്ടായി രാത്രി 1 മണി 2 മണിയാവും കിടന്നുറങ്ങാം. പക്ഷെങ്കിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പം ഉറങ്ങി എണീക്കും. 6 മണിക്ക് മുന്നേ ഉറങ്ങി എണീക്കും. അലാറത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചില മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒത്തുവന്നപ്പം എനിക്ക് പാക്കിംഗ് മെറ്റീരിയലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതുപോലെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായി. ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചിട്ട്. പക്ഷേങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓർഡർ കിട്ടാനൊരു താമസം വന്നപ്പം വീണ്ടും ടെൻഷനായി. ഇതെന്താ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ലല്ലോ എന്നുണ്ടായി. പിന്നെ ഈ ഒരു കുർത്തിയും കൂടെ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ സെയിലായിട്ടുണ്ടായി. ഫസ്റ്റ് കളക്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തെല്ലാം തന്നെ കോഡ് സെറ്റിലായതുകൊണ്ടും എനിക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് നോർമൽ വെയർ കുർത്തിയാണ്. അപ്പം അതും വൈകാതെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നല്ല വെണ്ടർ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഞാൻ ഇപ്പോഴും തന്നെ. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ജ്വല്ലറിയും കൂടെ സെയിലായിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഈ ഒരു ബിസിനസ് കൊണ്ട് അങ്ങനെ ഒരു ഗുണം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സാണ്. എപ്പോഴും എന്ത് കാര്യത്തിനും എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞപ്പം നീ ഇങ്ങ് ധൈര്യത്തിലങ്ങ് കയറി പോന്നോ, ഞങ്ങളില്ലേ ഇവിടെ എന്ന് പറയുന്നത് അവരാ. എന്നാലും ടെൻഷൻ കൂടി കൈയിൻ്റെ വിരലൊന്നും നഖയില്ലാത്ത അവസ്ഥയായിപ്പോൾ. ചില ദിവസങ്ങളിലെ വെണ്ടർ തേടിയുള്ള യാത്രകൾ ഫുഡ് ബ്ലോഗിലാണ് അവസാനിക്കാറും. അതും നല്ലത് തന്നെ വിചാരിച്ചെടുക്കും.